പുലിക്കളി നടത്തുന്ന കാര്യത്തിൽ സർക്കാരിനോട് അഭിപ്രായം തേടി മേയർ. ഒരുക്കങ്ങൾ പാതി വഴിയിലാണെന്നും പുലിക്കളി നടത്തണമെന്നും സംഘങ്ങൾ ആവശ്യപ്പെട്ടതോടെ മേയർ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചു. കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സമരം നടത്തി. KGMCTA-യുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ നൂറുകണക്കിന് ഡോക്ടർമാർ പങ്കെടുത്തു. പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുവിനെ കൊന്നു. പുലിയെ പിടികൂടാൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ. വാർത്തകൾ വിശദമായി. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് തിളക്കത്തിൽ വിദ്യാധരൻ മാസ്റ്റർ. മികച്ച പിന്നണി ഗായകനുള്ള അവാർഡാണ് സംഗീത സംവിധായകനും പിന്നണി ഗായകനുമായ വിദ്യാധരൻ മാസ്റ്ററെ തേടിയെത്തിയത്. 1965 തൃശൂർ ആറാട്ടുപുഴ സ്വദേശിയായ വിദ്യാധരൻ മാസ്റ്റർ ചലച്ചിത്ര ഗാനരംഗത്തേക്ക് കടന്നുവരുന്നത്. വിദ്യാധരൻ മാസ്റ്ററുടെ ആ ജൈത്രയാത്ര സംഗീത സംവിധായകനായും പാട്ടുകാരനായും ഇന്നും തുടരുകയാണ്. ആദ്യമായിട്ടാണ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർക്ക് ലഭിക്കുന്നത്. ജനനം 1947, പ്രണയം തുടരുന്നു എന്ന സിനിമയിലെ ഗാനമാണ് പുരസ്കാരത്തിന് അർഹനാക്കിയത്. കതിരാടൻ തളിരു കിളിർത്തേ മുറിവാരൻ കിളിയുടെ വിളിയിൽ അറിയാതെ മനസ്സ് തുടിച്ചേ. 79-ാം വയസ്സിൽ ഒരു പാട്ടുകാരനായി തനിക്ക് അംഗീകാരം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും ഈ അവാർഡ് ശ്രോതാക്കൾക്കും നല്ലവരായ എല്ലാവർക്കുമായി സമർപ്പിക്കുന്നുവെന്നും വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു. സന്തോഷമുള്ളൂ. വയസ്സുകാലത്ത് ഒരു പാട്ടുകാരനായിട്ട് അംഗീകരിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പാട്ടുണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് ഹിറ്റുകൾ ഉണ്ടാക്കി. വർഷങ്ങൾക്ക് മുമ്പ് ഹിറ്റുകൾ എല്ലാവരും പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ അനവധിയുണ്ട്. അതൊന്നും ഒരു പ്രശ്നമല്ല. പാട്ടുകാരനായിട്ടാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. മറ്റേ എൻ്റെ പാട്ട് പാടിയ ആൾക്കാർക്ക് എഴുതിയ ആൾക്കാർക്കൊക്കെ അവാർഡുണ്ട്, എനിക്കില്ല. ഇതിൽ നല്ല സന്തോഷമുള്ളൂ. ദേശീയ അവാർഡിന് പല പ്രാവശ്യം പരിഗണിച്ചിട്ടുണ്ടെങ്കിലും നിസ്സാര കാര്യത്തിന് അവസാന റൗണ്ടിൽ തള്ളിപ്പോയിട്ടുണ്ടെങ്കിലും അതിലൊന്നും ദുഃഖമില്ലെന്നും വിദ്യാധരൻ മാസ്റ്റർ പറഞ്ഞു. ശ്രോതാക്കളായിട്ടുള്ള നല്ല നല്ല ആൾക്കാരെ സ്നേഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്യാം ഈ അവാർഡ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യമായിട്ട് കിട്ടിയ അവാർഡ്, സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് കിട്ടുന്നത് ആദ്യമാണ്. നാഷണൽ അവാർഡിനൊക്കെ പരിഗണിച്ചിട്ട് നിസ്സാരമായ കാര്യം പറഞ്ഞ് തള്ളിപ്പോയിട്ടുള്ള പല അവാർഡും അങ്ങനെ തള്ളി അവസാന റൗണ്ട് വന്നിട്ട് പോയിട്ടുള്ളതാണ്. അതിലൊന്നും ദുഃഖമില്ല. നമുക്ക് കിട്ടാനുള്ള സമയമായിട്ടില്ല. അതൊന്നും ഇല്ലത്തില്ല. നമുക്കൊരു പരാതിയും ഇല്ല. ഇത് കിട്ടിയില്ലല്ലോ, കിട്ടണ്ടേ, അങ്ങനെ വിചാരമേ ഇല്ല. അത് കുഴപ്പമില്ല. 1965 റിലീസായ ഓടയിൽ നിന്ന് എന്ന സിനിമയിലൂടെ ദേവരാജൻ മാസ്റ്ററാണ് വിദ്യാധരനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത്. 1984 ശ്രീമൂലനഗരം വിജയന്റെ എന്റെ ഗ്രാമം എന്ന ചലച്ചിത്രത്തിലൂടെ സംഗീത സംവിധായകനായി അരങ്ങേറ്റം കുറിച്ചു. നാടകത്തിനു പുറമെ ഇതിനോടകം 6500ഓളം പാട്ടുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ആൽബം, യൂട്യൂബ് എന്നിവയ്ക്ക് വേണ്ടി വേറെയും 100-ൽ പരം പാട്ടുകളും പാടിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. മികച്ച സ്വഭാവ നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ശ്രീഷ്മ ചന്ദ്രന ചാലക്കുടിയുമായി പൊക്കിൾക്കൊടി ബന്ധം. മറ്റത്തൂർ അവിട്ടപ്പള്ളി സ്വദേശിനിയായ ശ്രീഷ്മയുടെ അമ്മ വീട് ചാലക്കുടിയിൽ ഇറിഗേഷൻ ക്വാർട്ടേഴ്സിന് സമീപമാണ്. വിപിൻ ആറ്റ്ലി സംവിധാനം ചെയ്ത പെമ്പിളൈ ഒരുമയിലെ ഭർത്താവിനെ സംശയിക്കുന്ന ഭാര്യയുടെ വേഷം കൈകാര്യം ചെയ്യുമ്പോൾ ഇതൊരു പുരസ്കാരത്തിലേക്കുള്ള കാൽവയ്പാകുമെന്ന് തെല്ലും പ്രതീക്ഷയുണ്ടായിരുന്നില്ലെന്ന് ശ്രീഷ്മ പറഞ്ഞു. എബ്രി ഷൈൻ സംവിധാനം ചെയ്ത ആക്ഷൻ ഹീറോയിലെ വനിതാ പോലീസിന്റെ വേഷമാണ് പെമ്പിളൈ ഒരുമയിലെ സംവിധായകൻ വിപിൻ ആറ്റ്ലിയെ ആകർഷിച്ച ഘടകം. എബ്രി ഷൈനാണ് ശ്രീഷ്മയുടെ ആദ്യ ചിത്രമായ പൂമരവും നിവിൻ പോളി നായകനായ ആക്ഷൻ ഹീറോ ബിജുവും സംവിധാനം ചെയ്തത്. ഇത് 4ാമത്തെ ചിത്രമാണ്. കേരള ഫിലിം സൊസൈറ്റി നിർമ്മിച്ച സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഞാനിന്ന് വളരെ ഒരു നോർമൽ ഡേ ആയിരുന്നു. ഞാൻ പുറത്തു പോയി തൃശ്ശൂർ പോയിട്ട് തിരിച്ച് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ കോള് വരികയായിരുന്നു. വളരെ അടുത്ത സുഹൃത്തിന്റെ ആണ്. അപ്പൊ ഫ്രണ്ട് എന്നെ ചോദിച്ചിട്ട് എന്താ ഇവിടെ നടക്കണം അറിയില്ല. ഞാൻ അപ്പോഴാണ് അറിയണേ. ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഡിഗ്രി ചെയ്ത് മഹാരാജാസിലാണ്. അപ്പൊ അവിടെ നിന്ന് നാടകങ്ങൾ ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നാടകം ത്രൂ പൂമരം ത്രൂ ആണ് പൊമ്പിളൈ വന്നിട്ടുള്ളത്. പിതാവ് മാഞ്ഞൂക്കാരൻ ചന്ദ്രൻ പ്രവാസിയാണ്. അമ്മ വനജയുടെ വീടാണ് ചാലക്കുടിയിലേത്. മുത്തശ്ശി കാർത്തിയായനിയാണ് ശ്രീഷ്മയുടെ വഴികാട്ടി. മമ്മൂട്ടിയുടെ കട്ട ആരാധികയാണ് മുത്തശ്ശിയെന്ന് കൊച്ചുമകൾ പറയുന്നു. അവാർഡ് വിവരം ലഭിച്ചതറിഞ്ഞതോടെ നിരവധി ആളുകളാണ് അഭിനന്ദിക്കാനെത്തിയത്. TCV ന്യൂസ്, ചാലക്കുടി. മികച്ച പിന്നണി ഗായകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ വിദ്യാധരൻ മാസ്റ്ററെ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ പൊന്നാടയണിയിച്ച് അനുമോദിച്ചു. BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KR ഹരി, ജില്ലാ സെക്രട്ടറി NR റോഷൻ, മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. ഓണത്തിന് പുലിക്കളി നടത്തുന്ന കാര്യത്തിൽ സർക്കാരിനോട് അഭിപ്രായം തേടി കോർപ്പറേഷൻ.
വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി വേണ്ടെന്ന് തൃശൂർ കോർപ്പറേഷൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഒരുക്കങ്ങളെല്ലാം പാതിവഴിയിലാണെന്നും പുലിക്കളി നടത്തണമെന്നും സംഘങ്ങൾ ആവശ്യപ്പെട്ടതോടെയാണ് മേയർ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചത്. ഓണം വാരാഘോഷം വേണ്ടെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതിന് പിന്നാലെയായിരുന്നു 4ാം ഓണനാളിലെ പുലിക്കളി വേണ്ടെന്ന തൃശൂർ കോർപ്പറേഷന്റെ തീരുമാനം. എന്നാൽ പുലിക്കളി സംഘങ്ങളെല്ലാം ഒരുക്കങ്ങളുമായി മുന്നോട്ടു പോയ പശ്ചാത്തലത്തിൽ 9 ദേശങ്ങളിലെ പുലിക്കളി സംഘങ്ങൾ മേയറെ സമീപിച്ചിരുന്നു. ഇതിനകം 4 ലക്ഷം രൂപ ഓരോ സംഘങ്ങൾക്കും ചിലവായതായി മേയർക്ക് നൽകിയ നിവേദനത്തിൽ ചൂണ്ടിക്കാട്ടിയതോടെയാണ് മേയർ സർക്കാരിന്റെ അഭിപ്രായം തേടിയത്. കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പ്രതിഷേധ ധർണ നടത്തി. KGMCTA നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ OP ബ്ലോക്കിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ മാർച്ചിലും ധർണയിലും മെഡിക്കൽ കോളേജ് അധ്യാപകരും കോളേജ് യൂണിയൻ, PG അസോസിയേഷനും ഹൌസ് സർജൻസ് അസോസിയേഷനും പങ്കെടുത്തു. ആരോഗ്യ സർവകലാശാല ഡീൻ ഡോക്ടർ കവിത രവി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. KGMCTA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ നിർമ്മൽ ഭാസ്കർ അധ്യക്ഷത വഹിച്ചു. KGMCTA മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ബിനോയ് സിദ്ധാർത്ഥൻ, കോളേജ് യൂണിയൻ ചെയർമാൻ മേഘ, KGMCTA തൃശൂർ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ EB ബിനോയ്, PG അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ സഞ്ജയ്, ഹൌസ് സർജൻ അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഗീതു തുടങ്ങിയവർ സംസാരിച്ചു. പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുവിനെ കൊന്നു. എലിക്കോട് സ്വദേശി മുളങ്ങുന്നത് ശാരദയുടെ പശുവാണ് ചത്തത്. എലിക്കോട് ഗണപതി ക്ഷേത്രത്തിന് സമീപത്താണ് പുലിയിറങ്ങിയത്. ടാപ്പിംഗിനെത്തിയ തോട്ടം തൊഴിലാളികളാണ് പശുവിനെ ചത്ത നിലയിൽ കണ്ടത്. പശുവിന്റെ ശരീരഭാഗം ഭക്ഷിച്ച നിലയിലാണ്. പുലിയാണ് പശുവിനെ കൊന്നതെന്ന് സ്ഥലത്തെത്തിയ വനപാലകർ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം കുണ്ടായി കാരിക്കുളം പ്രദേശത്ത് പുലിയിറങ്ങി 2 പശുക്കളെ കൊന്നിരുന്നു. ജനവാസ മേഖലയിൽ സ്ഥിരമായി പുലിയിറങ്ങിയതോടെ തോട്ടം തൊഴിലാളികളും ആദിവാസി കുടുംബങ്ങളും ഭീതിയിലാണ്. പുലിയിറങ്ങി വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നത് പതിവായിട്ടും പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ നീതിബോധത്തിൽ അടിയുറച്ച ദാർശനിക വീക്ഷണമുള്ള മുഖ്യമന്ത്രിയായിരുന്നു C. അച്യുതമേനോനെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. C. അച്യുതമേനോൻ സമരം അടിയന്തരാവസ്ഥ എന്ന് ആവർത്തിക്കുന്നവർ ഭിന്നിപ്പിന്റെ ഗുരുതര രോഗം ബാധിച്ചവരെന്നും ബിനോയ് വിശ്വം. മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോന്റെ 33ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് CPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൗൺഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊതുവിൽ നവോത്ഥാനത്തിന്റെ ലക്ഷ്യങ്ങൾ മനുഷ്യനായി കടന്നുകയായിരുന്നു. ഇവിടെ പണ്ട് ആ സ്ഥിതി ഇല്ലായിരുന്നു. ആ സ്ഥിതിയെപ്പറ്റി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി എളുപ്പത്തിൽ നമുക്ക് പറയാം. ആശാന്റെ വരികൾ മതിയാകും. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോ, തൊട്ടുണ്ണാത്തോ, തമ്മിൽ കെട്ടില്ലാത്തോ, ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ എന്നാണ് ആശാൻ പാടിയത്. രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയായ കേരളത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായിരുന്ന C. അച്യുതമേനോൻ ഐക്യമുന്നണി രാഷ്ട്രീയത്തിന്റെ വഴികാട്ടിയാണ്. അദ്ദേഹത്തിന് കേരളത്തെക്കുറിച്ച് വിഷൻ ഉണ്ടായിരുന്നു. സ്വപ്നത്തെ വിഷനാക്കി മാറ്റി അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങളെല്ലാം സംസ്ഥാന ഭരണത്തിൽ നാഴികക്കല്ലുകളായിരുന്നു. അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിന് തെളിവാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന തലയെടുപ്പുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം. വികസനം എന്ന വാക്കത്തികൊണ്ട് എവിടെയും പോയി മാന്തിക്കീറിയാൽ പ്രകൃതി പൊറുക്കില്ല. ഭൂമി സർവം സഹയല്ലെന്നും എല്ലാ സഹനത്തിനും പരിധിയുണ്ടെന്നും വയനാട് ദുരന്തത്തെ ഓർമ്മിപ്പിച്ച് ബിനോയ് വിശ്വം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. ജന്മിത്വവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിലവിലുള്ള മുഴുവൻ ട്രിബ്യൂണൽ കേസുകളും 2026 തീർപ്പാക്കാൻ സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് C. അച്യുതമേനോൻ എൻഡോമെന്റ് വിതരണം ചെയ്തുകൊണ്ട് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ പറഞ്ഞു. P. ബാലചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, മുൻ മന്ത്രി VS സുനിൽകുമാർ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. മുൻ മുഖ്യമന്ത്രി C. അച്യുതമേനോന്റെ 33ാം ചരമവാർഷിക ദിനത്തിൽ കോസ്റ്റ് ഫോർഡും C. അച്യുതമേനോൻ പഠന ഗവേഷണ കേന്ദ്രവും സംയുക്തമായി സാഹിത്യ അക്കാദമിയിൽ C. അച്യുതമേനോൻ സ്മൃതി സംഘടിപ്പിച്ചു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K. പ്രകാശ് ബാബു, മുൻ ചീഫ് സെക്രട്ടറി എന്നിവർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. P. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. പ്രമുഖ കോളമിസ്റ്റും ഗവേഷകയുമായ യാമിനി അയ്യർ ഇന്ത്യൻ ജനാധിപത്യത്തിലെ അശാന്തത എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നടത്തി. കോസ്റ്റ് ഫോർഡ് ഡയറക്ടർ ഡോക്ടർ MN സുധാകരൻ, C. അച്യുതമേനോൻ പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ ഡോക്ടർ V. രാമൻകുട്ടി, റിട്ടയേർഡ് ജസ്റ്റിസ് സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു.
തൃശൂർ പൂരം വെടിക്കെട്ട് കാണാനുള്ള ദൂരപരിധി നിശ്ചയിക്കുന്നത് പെസോയാണെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൃശൂർ പൂരം വെടിക്കെട്ടിന് 100 മീറ്റർ ദൂരപരിധി നിശ്ചയിച്ചത് പെസോ ആണ്. ആളുകൾ നിൽക്കേണ്ട അളവ് തീരുമാനിക്കുന്നത് പെസോയാണ്. അതിൽ കുറവ് വേണമെന്നത് കേരളത്തിന്റെയും തൃശൂരിന്റെയും ആവശ്യമാണ്. അത് കുറയ്ക്കാൻ ശ്രമം നടക്കുന്നുവെന്നതിൽ തനിക്ക് സന്തോഷമേയുള്ളൂ. കുറച്ചു കിട്ടിയാൽ അതിലേറെ സന്തോഷമെന്നും മന്ത്രി പറഞ്ഞു. പെസോ 100 മീറ്റർ എന്ന ധാരണ ഉണ്ടാക്കിയതുകൊണ്ട് 100 മീറ്ററിൻ്റെ മുമ്പിൽ വെച്ച് ആളുകളെ തടുക്കേണ്ടി വന്നു. പെസോ 50 വേണ്ടു എന്ന് പറഞ്ഞാൽ 50 വെച്ച് തടുക്കും. പെസോ ആണ് ഇതിൻ്റെ പൂരത്തിൻ്റെ ആൾ നിൽക്കാനുള്ള അളവ് തീരുമാനം. നമുക്ക് ചെയ്യാവുന്ന മാക്സിമം എന്താ, അത് കൃത്യമായിട്ട് അളക്കാം. അത് കൃത്യമായി കഴിഞ്ഞ പ്രാവശ്യം വളർന്നപ്പോൾ മണികണ്ഠനാൽ മുതൽ നടുവിലാൽ വരെയുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകളെ കയറ്റി നിർത്താം. ഇനി അതിലും കുറയ്ക്കാൻ ശ്രമം നടക്കുന്നു. അങ്ങനെ കുറച്ച് കിട്ടിയാൽ അത്രയും സന്തോഷം. കേരളവും തൃശ്ശൂരും നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് ആവശ്യപ്പെടുകയാണ്. ഏറ്റവും അടുത്ത് നിന്ന് കാണണം. പെസോ ആണ് തീരുമാനമെടുത്തത്. പെസോ തന്നെ കുറയ്ക്കട്ടെ. സന്തോഷം. ആമ്പല്ലൂർ കളരിക്കൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. ശ്രീകോവിലിന് മുൻപിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മറിച്ചിട്ട നിലയിലും സമീപത്ത് വെച്ചിരുന്ന വിളക്ക് തകർത്ത നിലയിലും കണ്ടെത്തി. ഏകദേശം 10,000 രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞയാഴ്ച വെണ്ടൂർ നമ്പൂരിയച്ചൻ ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ 2 ഭണ്ഡാരങ്ങൾ തകർത്ത് മോഷണം നടന്നിരുന്നു. അഞ്ഞൂർ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മോഷണം. പ്രതിഷ്ഠയിൽ ചാർത്തിയിരുന്ന വെള്ളിമാലകളും ഗോളകയും കവർന്നു. ക്ഷേത്രം ജീവനക്കാരൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ക്ഷേത്രവാതിലിന്റെ പൂട്ട് തകർത്ത നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മാലയും ഗോളകയും മോഷണം പോയ വിവരം അറിയുന്നത്. തുടർന്ന് കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കുറാഞ്ചേരി മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ മരിച്ച ഉറ്റവരെയും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾക്ക് മുന്നിലും കണ്ണീർപൂക്കൾ അർപ്പിച്ച നാട്. കുറാഞ്ചേരി സെന്ററിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങിൽ സേവ്യർ ചിറ്റ്ലപ്പള്ളി എംഎൽഎ അധ്യക്ഷത വഹിച്ചു. AC മൊയ്തീൻ എംഎൽഎ, നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, തഹസിൽദാർ MC അനുപമൻ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, ദുരന്തത്തിൽ മരിച്ചവരുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവർ മരിച്ചവരുടെ ഛായാചിത്രങ്ങൾക്ക് മുന്നിൽ കണ്ണീർപൂക്കൾ അർപ്പിച്ചു. കയ്പമംഗലം മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉന്നതതല യോഗം വിളിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാൻ തീരുമാനം. E.T. ടൈസൺ MLAയുടെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉന്നതതല യോഗം വിളിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ നിരുത്തരവാദിത്തം ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ രൂക്ഷമായ വിമർശനങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. MLA ഫണ്ട് ഉപയോഗപ്പെടുത്തി നടപ്പാക്കുന്ന എടത്തുരുത്തി രാമൻകുളം പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച വാട്ടർ ടാങ്ക് സ്ഥാപിക്കാത്തതിലും നിലവിലെ അറ്റകുറ്റപ്പണികൾ വൈകിപ്പിച്ച് കുടിവെള്ളം പാഴാക്കുന്നതിലും MLA ആശങ്ക പ്രകടിപ്പിച്ചു. ആവശ്യമെങ്കിൽ മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നപരിഹാരത്തിനായി തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രിയുടെ ചേംബറിൽ ഉന്നതതല യോഗം വിളിപ്പിക്കുമെന്നും MLA പറഞ്ഞു. വെള്ളക്കെട്ട് പ്രശ്നവും ഈ 2 പ്രശ്നം സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എടത്തിരുത്തി പ്രദേശത്തുള്ള രാമൻകുളം കുടിവെള്ള പദ്ധതി, അതിൻ്റെ മുകളിലുള്ള ടാങ്ക് നിർമ്മാണത്തിനുള്ള ഏറ്റവും വേഗത്തിൽ ചെയ്യാനുള്ള തീരുമാനം. മറ്റൊന്ന്, നമ്മുടെ ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ആല പ്രദേശത്ത്, അതുപോലെ ഗോതിരത്ത്, കല്ലുംപുറം ഒക്കെയുള്ള പ്രദേശത്തുള്ള കുടിവെള്ളക്ഷാമം ഒക്കെ പരിഹരിക്കാനുള്ള സ്പെഷ്യൽ ടീമിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്ക് രാത്രികാലങ്ങളിലും ഇത്തരം വർക്ക് ചെയ്യാനുള്ള രീതിയിൽ ജോലിക്കാരെ അതിനാവശ്യമായിട്ടുള്ള രീതിയിൽ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലെയും അറ്റകുറ്റപ്പണികൾക്കായി പഞ്ചായത്തുകൾക്ക് സ്വന്തമായി കരാർ കൊടുക്കുവാനുള്ള അനുമതിക്കായി ജില്ലാ ആസൂത്രണ സമിതിയുടെ ശുപാർശയോടെ സർക്കാരിനോട് അനുമതി തേടും. പൊട്ടിയ പൈപ്പുകളുടെ ചോർച്ച അടയ്ക്കൽ ഏറ്റവും വേഗത്തിൽ പൂർത്തിയാക്കുവാനും ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന വാർഡ് 9, 10, 11 പ്രദേശങ്ങളിലെ പൈപ്പ് ലൈനുകളിലെ തടസ്സം കണ്ടെത്തി പരിഹരിക്കാൻ സ്പെഷ്യൽ ടീമിനെ നിയോഗിക്കാനും യോഗത്തിൽ തീരുമാനമായി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ADM T മുരളി, വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. TCV കയ്പമംഗലം. ഓൺലൈൻ നിക്ഷേപത്തിലൂടെ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് 1/2 കോടിയിലധികം രൂപ തട്ടിയെടുത്ത 4 പേർ തൃശൂർ സിറ്റി സൈബർ ക്രൈം പോലീസിന്റെ പിടിയിലായി. മലപ്പുറം ചിതലപ്പാറ സ്വദേശി എടക്കണ്ടൻ വീട്ടിൽ അബ്ദുൾ റഹ്മാൻ, എടക്കോട് പുതുപ്പറമ്പ് സ്വദേശി കാട്ടിക്കുളങ്ങര വീട്ടിൽ സാദിഖ് അലി, കുറ്റിപ്പുറം സ്വദേശി തടത്തിൽ വീട്ടിൽ ജിത്തു കൃഷ്ണൻ, കാട്ടിപ്പറത്തി കഞ്ഞിപ്പുര സ്വദേശി ചെറുവത്തൂർ വീട്ടിൽ റോഷൻ റഷീദ് എന്നിവരാണ് പിടിയിലായത്.
വാട്സപ്പിലൂടെ പരിചയപ്പെട്ട ഗോൾഡ്മാൻ സാച്ചസ് എന്ന കമ്പനിയുടെ പേരിലാണ് തട്ടിപ്പ് നടന്നത്. ഒല്ലൂർ സ്വദേശിനിയായ യുവതിയുടെ 56 ലക്ഷത്തോളം രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത്. ഇൻസ്പെക്ടർ സുധീഷ് കുമാർ, സബ് ഇൻസ്പെക്ടർമാരായ കെ ശ്രീഹരി, കെ ജയൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർമാരായ വിനു പി കുര്യാക്കോസ്, എ ശുഭ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. എരുമപ്പെട്ടി തോന്നല്ലൂരിൽ ഇന്നോവ കാർ 108 ആംബുലൻസിലിടിച്ച് രോഗിയായ 4 വയസ്സുകാരനും മാതാവിനും പരിക്കേറ്റു. ചാവക്കാട് സ്വദേശി പരിപ്പിൻ താഴത്ത് സന്ധ്യ, മകൻ അദ്വിത് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇരുവരെയും എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രോഗിയുമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. തോന്നല്ലൂർ ബാലനരസിംഹമൂർത്തി ക്ഷേത്ര റോഡിന് സമീപമാണ് അപകടമുണ്ടായത്. കേച്ചേരി ഭാഗത്തുനിന്ന് എരുമപ്പെട്ടിയിലേക്ക് വരികയായിരുന്ന ഇന്നോവ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് എതിരെ വന്നിരുന്ന 108 ആംബുലൻസിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ആംബുലൻസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ വീട്ടുമതിലും ഗേറ്റും തകർത്തു. അപകടത്തിൽ കാറിനും ആംബുലൻസിനും കേടുപാടുകൾ സംഭവിച്ചു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ തീരദേശ മേഖലയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 10 വയസ്സുകാരി ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേറ്റു. കബീർ പൊള്ളക്കാഴി, മുഹമ്മദ് ഷാഫി പുതുവീട്ടിൽ, ആമിദ് പുഴങ്ങര, കയ്യമ്മോൾ ചിന്നയ്ക്കൽ, കാവുങ്ങൽ ഉമൈവ, ഹമീദ് പുഴങ്ങര ഷമീർ, മകൾ അമീന എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അമീദിനെ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. അക്രമകാരിയായ നായ മേഖലയിൽ കറങ്ങി നടക്കുന്നതിനാൽ നാട്ടുകാർ പരിഭ്രാന്തിയിലാണ്. ഇരിങ്ങാലക്കുട ശ്രീ കൂടൽ മാണിക്യം കുട്ടൻകുളം നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. സംസ്ഥാന ബജറ്റിൽ നിന്നും അനുവദിച്ച 4 കോടി രൂപ ചിലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുക. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി PWD ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം സർവേ നടപടികൾ ആരംഭിച്ചു. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെയും കുട്ടൻകുളത്തിന്റെയും ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പശ്ചാത്തലവും കണക്കിലെടുത്താണ് നിർമ്മാണം നടത്തുക. സർവേ നടപടി പൂർത്തിയാക്കി പ്ലാനും ഡിസൈനും എസ്റ്റിമേറ്റും തയ്യാറാക്കി ഉടൻ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം. 2022 ബജറ്റിൽ കുട്ടൻകുളത്തിന്റെ തകർന്നുപോയ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ച് കുളം നവീകരിക്കുന്നതിന് 5 കോടിയാണ് സർക്കാർ വകയിരുത്തിയിരുന്നത്. എന്നാൽ അതിനുശേഷം ദേവസ്വം നൽകിയ 4 കോടിയുടെ പദ്ധതിക്ക് കഴിഞ്ഞ വർഷം സർക്കാർ ഭരണാനുമതി നൽകുകയായിരുന്നു. കൂടൽമാണിക്യം ദേവസ്വത്തിന് എഞ്ചിനീയറിംഗ് വിഭാഗം ഇല്ലാത്തതിനാൽ മന്ത്രി അടക്കമുള്ളവർ യോഗം ചേർന്ന് പ്രവൃത്തിയുടെ ചുമതല PWDക്ക് കൈമാറുകയായിരുന്നു. എന്നാൽ അതിനുശേഷം തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള വളരെ പ്രസിദ്ധവും പ്രത്യേകതയുള്ളതുമാണ് കുട്ടൻകുളം. പ്രസിദ്ധമായ കുട്ടൻകുളം സമരം നടന്നത് ഈ കുളത്തിന് സമീപമാണ്. കുളം നിർമ്മിച്ച ആളുടെ പേരിൽ അറിയപ്പെടുന്ന അപൂർവം കുളങ്ങളിൽ ഒന്നാണ് ഇത്. 1 ഏക്കറിലധികം വിസ്തൃതിയിൽ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ദീർഘചതുരാകൃതിയിൽ നിർമ്മിച്ച ഈ കുളത്തിൽ നിഴൽ വീഴില്ലെന്ന പ്രത്യേകതയുമുണ്ട്. മഴക്കാലത്ത് ക്രമാതീതമായി വെള്ളമുയർന്നാൽ ഒഴുകിപ്പോകാൻ ഇന്നത്തെ എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഡ്രെയിനേജ് സംവിധാനവും ഉണ്ട്. വേനലിൽ പോലും വറ്റാത്ത മികച്ച ഒരു ജലസംഭരണി എന്ന നിലയിൽ കുട്ടൻകുളം നവീകരിച്ച് സംരക്ഷിക്കണമെന്ന് കാലങ്ങളായി ആവശ്യമുയർന്നിരുന്നു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. വയനാട് പുനരധിവാസത്തിന് സാലറി ചലഞ്ച് പ്രഖ്യാപിച്ച സംസ്ഥാന സർക്കാർ. ജീവനക്കാർ ചുരുങ്ങിയത് 5 ദിവസത്തെ ശമ്പളം സംഭാവനയായി നൽകണം. അടുത്ത മാസത്തെ ശമ്പളം മുതൽ പണം ഈടാക്കി തുടങ്ങും. ശമ്പളം നൽകുന്നതിന് ജീവനക്കാർ സമ്മതപത്രം നൽകണമെന്നാണ് നിർദ്ദേശം. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. കോടന്നൂർ ബാറിൽ വെച്ച് യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച 3 പേർ അറസ്റ്റിൽ. വെങ്ങിണിശ്ശേരി തയ്യിൽ വീട്ടിൽ ശ്രീരാഗ്, ശിവപുരം ചുള്ളിപ്പറമ്പിൽ പ്രദീപ്, വയലിപ്പറമ്പിൽ സുമേഷ് എന്നിവരെയാണ് ചേർപ്പ് ഇൻസ്പെക്ടർ KO പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ജൂലൈ 14 രാത്രിയാണ് കോടന്നൂർ ബാറിൽ വെച്ച് പ്രതികൾ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ശ്രീരാഗ് ചേർപ്പ് മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരനാണെന്ന് പോലീസ് പറഞ്ഞു. പോലീസിനെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ സാഹസികമായാണ് പിടികൂടിയത്. ചേർപ്പ് SI S ശ്രീലാൽ, MS ഷാജു, KS ഗിരീഷ്, ASI ജ്യോതിഷ് മാധവൻ, സീനിയർ CPOമാരായ ES ജീവൻ, MU ഫൈസൽ, KA ഹസീബ്, സോഹൻലാൽ, അജിത് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ചേലക്കര കുറുമലയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭർത്താവ് ഭാര്യയെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. പൂക്കുളങ്ങര വീട്ടിൽ സുമിത്രയെയാണ് ഭർത്താവ് മണികണ്ഠൻ കുത്തിപ്പരിക്കേൽപ്പിച്ചത്. വയറിനും കാലിനും കൈയിനും കുത്തേറ്റ സുമിത്രയെ ആദ്യം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രിയിൽ ദമ്പതികൾ തമ്മിൽ നടന്ന വാക്കേറ്റമാണ് കത്തിക്കുത്തിൽ കലാശിച്ചത്. കുട്ടികളുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് പരിക്കേറ്റ സുമിത്രയെ ആശുപത്രിയിലെത്തിച്ചത്. സംഭവത്തിന് ശേഷം രക്ഷപ്പെട്ട മണികണ്ഠനെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു.
സ്ത്രീ സാന്നിധ്യം കഥകളി രംഗത്തേക്കും കാലെടുത്തുവെച്ച സന്തോഷത്തിൽ 3-അംഗ സംഘം അരങ്ങേറ്റം നടത്തി. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്ന അരങ്ങേറ്റ സന്ധ്യ ഏറെ ശ്രദ്ധ നേടി. പുരുഷന്മാർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന കഥകളിയിലാണ് പുതിയ അടവുകൾ പയറ്റി 3-അംഗ സംഘം വേദിയിലെത്തിയത്. കഥകളി വടക്കൻ വിഭാഗത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീലക്ഷ്മി ശേഖർ, കെ വൈഷ്ണ, എം ശ്രീലക്ഷ്മി എന്നിവരാണ് പുതുചരിത്രത്തിന്റെ ഭാഗമായത്. ഇവരോടൊപ്പം തന്നെ പഠിക്കുന്ന KR അഭിജിത്ത് എന്നിവരടങ്ങുന്ന സംഘമാണ് കഥകളിയിൽ അരങ്ങേറ്റം കുറിച്ചത്. പാട്ടിനൊപ്പം ചെണ്ടമേളത്തിന്റെ താളത്തിലൂടെ അവതരിപ്പിച്ച ഓരോ മുദ്രകളും ആസ്വദിച്ച കാണികൾ ഒന്നടങ്കം കൈയടിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചു. ഓരോ ചുവടുവെപ്പിലും സ്ത്രീകളായി ഞങ്ങൾക്കും ഈ രംഗത്തേക്ക് വരാൻ പറ്റും എന്നുള്ള ആത്മവിശ്വാസം കൂടിയാണ് ഇവർ പങ്കുവച്ചത്. ചെണ്ടയിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ കൃഷ്ണജിത്ത് പ്രവീൺ, ആദിത്യൻ അനിൽ, നന്ദകിഷോർ, KS സഞ്ജയ്, KS സഞ്ജയ് കൃഷ്ണ, മദ്ദളത്തിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ നിവേദ് കൃഷ്ണ, CU ആയുഷ്, ബിധുൻ ഗോപൻ എന്നിവരുടെ അരങ്ങേറ്റത്തോടുകൂടിയാണ് കഥകളി അവതരിപ്പിച്ചത്. ചടങ്ങ് ഭദ്രദീപം കൊളുത്തി കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ P, കലാമണ്ഡലം അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ, മറ്റ് ഭരണസമിതി അംഗങ്ങൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം 100 കണക്കിന് ആളുകളാണ് ചടങ്ങ് കാണാനെത്തിയത്. TCV ന്യൂസ്, ചെറുതുരുത്തി. കേരള പട്ടികജാതി പട്ടികവർഗക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതി തൃശൂർ കളക്ടറേറ്റിൽ സിറ്റിംഗ് നടത്തി. സമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA അധ്യക്ഷതയിൽ ചേർന്ന സമിതിയാണ് സിറ്റിംഗ് നടത്തിയത്. പട്ടികജാതി പട്ടികവർഗക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി ലഭ്യമാക്കണമെന്ന് സമിതി നിർദ്ദേശിച്ചു. ഭൂമി കൈമാറ്റം സംബന്ധിച്ച വിഷയങ്ങളിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പും റവന്യൂ വകുപ്പും സംയുക്തമായി പരിശോധന നടത്തുന്നതിന് സമിതി നിർദ്ദേശം നൽകി. 9 കേസുകൾ സിറ്റിംഗിൽ പരിഗണിച്ചു. PKS തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ പട്ടികജാതി ജനവിഭാഗങ്ങൾ നേരിടുന്ന വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി നിവേദനം നൽകി. PKS തൃശൂർ ജില്ലാ സെക്രട്ടറി KV രാജേഷ്, ജില്ലാ വൈസ് പ്രസിഡന്റ് PA ലിജുക്കുട്ടൻ, ജോയിന്റ് സെക്രട്ടറിമാരായ NK പ്രമോദ് കുമാർ, അഡ്വക്കേറ്റ് PK ബിന്ദു എന്നിവർ നിവേദന സംഘത്തിലുണ്ടായിരുന്നു. ജീവിത പ്രതിസന്ധിയിൽ ഗുരുവിന് കൈത്താങ്ങായി ശിഷ്യഗണങ്ങളുടെ സ്നേഹസമ്മാനം. തിമില കലാകാരനായ ഗുരുവായൂർ ഹരിക്കാണ് അദ്ദേഹത്തിന്റെ 55ാം പിറന്നാൾ സമ്മാനമായി ശിഷ്യന്മാർ ഓട്ടോറിക്ഷ സമ്മാനിച്ചത്. വാടകയ്ക്കെടുത്ത ഓട്ടോ ഓടിച്ചാണ് കലാവേദികളിലെ നിറസാന്നിധ്യമായ ഗുരുവായൂർ ഹരി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതറിഞ്ഞ ശിഷ്യഗണങ്ങളാണ് ഗുരുവിന് സഹായഹസ്തവുമായി രംഗത്ത് വന്നത്. പാറമേക്കാവ് കലാക്ഷേത്രത്തിൽ തിമില പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിലെ തന്റെ ശിഷ്യസമ്പത്തിലെ സജിത് കുമാർ, ഉണ്ണികൃഷ്ണൻ, ശ്രീജിത്ത് നമ്പൂതിരി, അരുൺ, സുധീഷ്, സനൂത്, ജിതീഷ്, രമേഷ് എന്നിവർ ചേർന്നാണ് 3.5 ലക്ഷം രൂപ സ്വരൂപിച്ച് മാഷിന് സ്വന്തമായൊരു ഓട്ടോറിക്ഷ വാങ്ങി നൽകിയത്. 8 പേരും ചേർന്ന് 2 വർഷം മുമ്പ് 500 രൂപയുടെ ചങ്ങാതിക്കുറി തുടങ്ങിയാണ് സ്നേഹ സമ്മാനത്തിനായുള്ള പണം സ്വരൂപിച്ചതെന്നും 60ാം പിറന്നാളിന് നൽകാനിരുന്ന സമ്മാനമാണ് ഗുരുവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടറിഞ്ഞ് നൽകുന്നതെന്നും ശിഷ്യന്മാരിൽ ഒരാളായ സജിത് കുമാർ പറഞ്ഞു. ഏറെക്കാലമായി ഞങ്ങളുടെ ആശാന് അദ്ദേഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ഉപഹാരം കൊടുക്കണം എന്ന് ഞങ്ങൾ 8 പേര് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഫണ്ട് കണ്ടെത്തി അത് ഈ സാഹചര്യത്തിൽ അത് ഞങ്ങൾ കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങൾ വിദ്യാഭ്യാസം ഞങ്ങൾ പഠിച്ചിരിക്കുന്ന ഒരു 18 കൊല്ലം മുന്നാണ് പഠിച്ചിട്ടുള്ളത്. അന്ന് തൊട്ട് ഞങ്ങൾ ഈ 8 പേരും ഈ ഗുരുനാഥനുമായിട്ട് നല്ല രീതിയിൽ ഇടപഴകി കൊണ്ടിരിക്കുന്നു. പല ഘട്ടത്തിൽ ഞങ്ങൾ അന്യോന്യം സഹായിക്കൽ കാര്യങ്ങളുണ്ട്. അന്ന് തുടങ്ങിയിട്ടുള്ള ഞങ്ങളുടെ 8 പേരുടെ കൂട്ടായ്മയാണ് അദ്ദേഹത്തെ എത്തിച്ചിട്ടുള്ളത്. പഠനകാലം നല്ല രീതിയിൽ തന്നെ നടത്തി അരങ്ങേറ്റം കഴിച്ചു. ചങ്ങാതിക്കുറി ചേർന്ന് ഓരോരുത്തരും മാസം ഒരു 500 രൂപ വെച്ചെടുത്ത് അങ്ങനെ പണ്ട് സ്വരൂപിച്ച് ഇപ്പോൾ ഒരു 3.5 ലക്ഷം ആയപ്പോഴാണ് അദ്ദേഹത്തിന് ഞങ്ങൾ ഈ ഉപകാരം അത് ജീവിതത്തിൽ ഉപകരിക്കും എന്നുള്ള പ്രത്യാശയോടുകൂടി ഞങ്ങൾ സമ്മാനിക്കുന്നു. പറക്കാട് തങ്കപ്പന്മാരാരും കിഴക്കൂട്ട് അനിയന്മാരാരും ചേർന്ന് ഓട്ടോറിക്ഷയുടെ താക്കോൽ കൈമാറി. ശിഷ്യന്മാരുടെ ഗുരുദക്ഷിണ വലിയ കാര്യമായി തോന്നിയെന്നും ഇപ്പോഴത്തെ സാഹചര്യം കണ്ടറിഞ്ഞ് ഇങ്ങനെയൊരു ഗുരുദക്ഷിണ തന്നതിൽ വളരെയധികം സന്തോഷമെന്നും തിമില അധ്യാപകൻ ഗുരുവായൂർ ഹരി പറഞ്ഞു. ഇവര് തന്നപ്പോൾ അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും സംഗതികളും വിഷമാവസ്ഥയും കണ്ടിട്ടാണ് അവർ ഇങ്ങനെ ഒരു ഗുരുദക്ഷിണ തരാൻ അവർ തയ്യാറായിട്ടുള്ളത്.
അത് നമ്മളാരും പറഞ്ഞിട്ടല്ല, അവർ തന്നെ അവരുടെ ആഗ്രഹം കൊണ്ട് അവർ നമ്മളുടെ അവസ്ഥ കണ്ടിട്ടും നമുക്ക് ചെയ്തു തന്നുള്ളൊരു ഉപഹാരമാണത്. ഇവരുടെ എല്ലാവരോടും പ്രത്യേകമായിട്ട് നന്ദി പറയാൻ ഞാനിതിൽ ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. വിനോദ് കണ്ടൻകാവിൽ, നന്ദൻ വാഗയിൽ, ബൈജു താഴേക്കാട്ട്, പാറമേക്കാവ് ദേവസ്വത്തിലെ വേണു വാര്യർ, ക്ഷേത്ര വാദ്യകല അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, വാദ്യകലാകാരനായ കലാമണ്ഡലം മോഹനൻ, ചെറുശ്ശേരി ശ്രീകുമാർ, പരക്കാട് മഹേശ്വരൻ, മച്ചാട് പത്മകുമാർ, മച്ചാട് ശങ്കരൻ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് TCV. തലോർ തലവണിക്കര റോഡിൽ വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ജെറൂസലേം ധ്യാന കേന്ദ്രത്തിന് സമീപം വീട്ടുമതിലിനോട് ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വീട് കയറി മർദ്ദിക്കുകയും ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതിയെ അന്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. താന്യം സ്വദേശി ചാഴുപുരയ്ക്കൽ വീട്ടിൽ കാർത്തിക്കിനെയാണ് പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്തത്. പ്രതിക്കെതിരെ അന്തിക്കാട് സ്റ്റേഷനിൽ വീടുകയറി ആക്രമിച്ച മറ്റ് 2 കേസുകളുണ്ട്. സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രതിക്ക് മയക്കുമരുന്ന് വിൽപ്പനയുണ്ടെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6520 രൂപ, പവന് 52,160 രൂപ. വെള്ളി ഗ്രാമിന് 88 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3184 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. 54ാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. പൃഥ്വിരാജ് മികച്ച നടൻ, ഉർവശിയും ബീന ആർ ചന്ദ്രനും മികച്ച നടിമാർ. മികച്ച പിന്നണി ഗായകനുള്ള പുരസ്കാരം വിദ്യാധരൻ മാസ്റ്റർക്ക്. കൈനിറയെ പുരസ്കാരവുമായി ആടുജീവിതം. ദേശീയ ചലച്ചിത്ര അവാർഡിൽ നിറഞ്ഞാടി മലയാള ചിത്രം ആട്ടം. മികച്ച ചിത്രമുൾപ്പെടെ ആട്ടത്തിന് 3 പുരസ്കാരങ്ങൾ. പുലിക്കളി നടത്തുന്ന കാര്യത്തിൽ സർക്കാരിനോട് അഭിപ്രായം തേടി മേയർ. ഒരുക്കങ്ങൾ പാതിവഴിയിലാണെന്നും പുലിക്കളി നടത്തണമെന്നും സംഘങ്ങൾ ആവശ്യപ്പെട്ടതോടെ മേയർ തദ്ദേശ വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചു. കൊൽക്കത്തയിലെ മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് തൃശൂർ മെഡിക്കൽ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും സമരം നടത്തി. KGMCTA നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ 100 കണക്കിന് ഡോക്ടർമാർ പങ്കെടുത്തു. പാലപ്പിള്ളി എലിക്കോട് വീണ്ടും പുലിയിറങ്ങി പശുവിനെ കൊന്നു. പുലിയെ പിടികൂടാൻ നടപടിയെടുക്കണമെന്ന നാട്ടുകാർ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.